ഹായ്, ഞാൻ ഈ RSSനെയും BJPനെയും ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ ഫേസ്ബുക്കിലൂടെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത്, മോശമായിട്ട് പറയുന്നത്, തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് RSSനെ ഇത്രയും മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിയ ഒരാളെന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ RSSന്റെ ഹിറ്റ് ലിസ്റ്റിലെ മൂന്നാമത്തെ പേര് പുള്ളിക്കാരൻ്റെ ജോൺ ബ്രിട്ടാസിൻ്റെ. അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കുക, അപ്പോൾ RSS ഒക്കെ ഇത്രേ ഉള്ളോ? ഞാനൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് ഈ RSS എന്ന് പറയുന്നതാണ് ഒരു സംഘടനയാണ് ഈ ഇന്ത്യയെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള എല്ലാ ബി ജെ പിക്കാരെയും കൺട്രോളിൽ കൊണ്ടുപോകുന്ന അത്രയ്ക്ക് ഒരു വലിയ വലിയ സംഘടന, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉള്ള ഒരു വലിയ സംഘടന എന്നാണ് ഞാൻ ഈ RSSനെ പറ്റി വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ജോൺ ബ്രിട്ടാസിനെയൊക്കെ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം അത്രയ്ക്ക് നിസ്സാരമായ ഒരു സംഭവമാണോ? ഈ അത്രയുള്ള അപ്പോൾ ഈ സംഘടന RSS എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നതെന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിലൊക്കെ ജോൺ ബ്രിട്ടാസ് പെടുക എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ആ സംഘടനയൊക്കെ അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. RSS അങ്ങനെ ഒരു സംഭവമൊന്നും അല്ല. RSS നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, RSSന്റെ ചൂളയിൽ വാർത്തെടുത്ത പൊൻതാരകങ്ങളാണ് നരേന്ദ്രമോദി, യോഗിയെ പോലെയുള്ള നൂറുകണക്കിന് നേതാക്കന്മാർ. ഇനിയും ആയിരക്കണക്കിന് ആളുകൾ വരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ RSSനെ പറ്റി കേട്ടിട്ടുള്ളത്. പക്ഷെ അതൊന്നും സത്യമല്ല, അതൊക്കെ വെറുതെയാണ്. ഇത് RSS എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അയ്യേ, മോശമായിപ്പോയി.